വെൽക്കം ബാക്ക് ടു AG ട്രക്കർ. അപ്പോൾ നമ്മുടെ കേരള ടു കാശ്മീർ സീരീസിൽ ഞാൻ ജമ്മു കാശ്മീർ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവനെന്താ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിൽ നിന്നല്ലേ. അപ്പോൾ ഞാൻ ഡൽഹിയിൽ നിന്നും കുറേ സ്ഥലത്തുനിന്നും നമ്മൾ ഹിച്ചാക്കിങ് ചെയ്യാൻ വേണ്ടി ലോറിയിൽ വെച്ചു. ആരും ലോറിയിൽ കയറ്റിയില്ല, പ്രത്യേകിച്ച് ജമ്മുക്ക് ആരും കയറ്റില്ല. എന്താ കാരണം പറഞ്ഞാൽ കുറേ ടെററിസ്റ്റ് ആക്രമണം നടന്ന കാരണം അവർക്ക് ആരും വിശ്വാസമില്ല. അവർക്ക് നിറയെ ചെക്കിങ് ഉണ്ട് വഴി പോകുമ്പോൾ. അപ്പോൾ ഈ പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ വന്നാൽ അവരെയും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ കാരണം സെക്യൂരിറ്റി റീസൺ കാരണം അവർ ജമ്മുവിൽ പോകണ ആരും ട്രക്കിൽ കയറ്റില്ല കേട്ടോ. എത്ര മാക്സിമം നിങ്ങൾ ശ്രമിച്ചാലും ആരും കയറ്റില്ല. അതേപോലെ നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ജമ്മുക്ക് വരാൻ വേണ്ടിയിട്ട് ട്രെയിനായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ട്രെയിനിൽ കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ശ്രീ വൈഷ്ണോദേവിയുടെ അമ്പലമാണ്. അപ്പോൾ ഞാൻ പണ്ട് ഞാൻ ഇവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇവിടെ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഇവിടെ വൈഷ്ണോദേവിയിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വന്നിട്ടില്ല, കുറേ ആയി. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഫസ്റ്റ് കുറേ കാലത്തിന് ശേഷം ഞാൻ ഇപ്പോൾ വൈഷ്ണോദേവിയുടെ അവിടെ വരുന്നത്. ഇപ്പോൾ വൈഷ്ണോദേവിയുടെ പറയുന്നത് പണ്ടൊക്കെ റെയിൽവേ സ്റ്റേഷൻ പറയുന്നത് ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര വലിയ റെയിൽവേ സ്റ്റേഷനായി മോഡേണാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിന്ന് കാണാട്ടോ. സ്റ്റേഷൻ തന്നെ കണ്ടില്ല എത്ര വലുതാക്കിയെന്ന്. ഇവിടുന്നോട്ട് ആ സൈഡ് വരെ സ്റ്റേഷനാണ്, ഫുൾ വലിയ സ്റ്റേഷൻ. പണ്ടൊക്കെ ഒരു ചെറിയ സ്റ്റേഷനായിരുന്നു ഇത്. ഇപ്പോൾ അതും പോരാണ്ട് ഇപ്പോൾ ഒരു വേറെ സ്ഥലത്തു നിന്ന് ഒരു ട്രെയിനും വരുന്നുണ്ട് ആൾക്കാരെ കൊണ്ടുവന്നിട്ട്. നമുക്ക് പോകേണ്ടത് ആ ബ്രിഡ്ജിൽ കൂടെ അവിടുന്ന് അപ്പുറത്തേക്കാണ് പോകേണ്ടത്. അതാണ് പുറത്തിലെ സൈഡ്. നമ്മൾ സ്റ്റേഷനിൽ സ്റ്റെപ്പ് കയറിയിട്ട് വേണം പുറത്ത് പോകാൻ. ഇപ്പോൾ നമ്മൾ 3 or 4 പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയത്. ഇനി ഇവിടെ പിന്നെ എന്താ പറയുക, നിങ്ങളുടെ സിമ്മൊന്നും വർക്ക് ചെയ്യില്ല. നിങ്ങൾ ഏത് സിം എടുത്താലും ഇവിടെ വന്നാൽ വർക്ക് ചെയ്യില്ല. ലോക്കൽ സിംസ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ വന്ദേ ഭാരത് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നെ പോകാനുള്ള ട്രെയിനുകളാണ് കേട്ടോ. ഇതൊക്കെ റീസെൻ്റായിട്ട് ഇങ്ങനെ ആക്കിയ സ്റ്റേഷനാണ്. ഇതൊക്കെ ഭയങ്കര മോഡേൺ ആക്കിയ സ്റ്റേഷനാണ്. സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഇത് ഓട്ടോ ബൂത്ത്. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് എത്ര സീറ്റുള്ള വണ്ടിയാണോ വേണ്ട വണ്ടി ബുക്ക് ചെയ്യാം. അതിൽ ഓട്ടോ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അല്ലെ നിങ്ങൾക്ക് നടന്നാണ് പുറത്ത് പോകേണ്ടത് പറഞ്ഞാൽ അതും ചെയ്യാം. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയ തന്നെ ഇവിടെ നമുക്ക് വൈഷ്ണോദേവിയിലേക്ക് അവിടേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണം കേട്ടോ. യാത്രാ റിസർവേഷൻ സെൻറ്റർ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ഇവിടെ നിറയെ തിരക്കുണ്ടാവും. ഇവിടെ നമ്മൾ ആധാർ കാർഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം വൈഷ്ണോദേവിയുടെ അവിടേക്ക് പോകാൻ. ഇതാണ് ഉള്ളിൽ എടുക്കേണ്ടത്. ഇവിടെ ക്യൂ നിന്നിട്ട് നമുക്ക് ആധാർ കാർഡോ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്. നമ്മൾ ക്യൂ നിന്നില്ലേ, ആ ക്യൂ നിന്ന് നമ്മുടെ ആധാർ കാർഡ് കൊടുത്തിട്ട് നമുക്ക് കിട്ടിയ കാർഡാണിത്. ഈ കാർഡ് വഴി നമുക്ക് അവിടെ ദർശനത്തിന് പോകുമ്പോൾ കാണിക്കണം എന്ന് പറഞ്ഞു. അത് ഞാൻ കാണിച്ചു തരാം. അവിടെ കാണില്ല ചെറുതായിട്ട്. അതാണ് വൈഷ്ണോദേവിയുടെ അമ്പലം. നമുക്ക് ഇങ്ങനെ ചുറ്റി അവിടെ ചെറിയ ചെറിയ വരകൾ പോലെ കാണാം. അങ്ങനെ ചുറ്റി വേണം നമുക്ക് മേലെ പോകാൻ. അമ്പലത്തേക്ക് പോകുന്ന റൂട്ട്. ഈ റൂട്ടിൽ മൊത്തം ഇങ്ങനത്തെ സാധനങ്ങളാണ് ഉണ്ടാവും. കണ്ണാടി, പിന്നെ ഇങ്ങനത്തെ വടി 12 രൂപയാണ്. ഇത് കണ്ടില്ല വടി. ഈ വടി വെച്ചിട്ട് ഇത് അതേപോലെ അയാൾക്ക് കുത്തി നടക്കുന്നില്ലേ, അതേപോലെ കുത്തി നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ വടി. നിങ്ങൾക്ക് ഫോട്ടോ കൊടുക്കാൻ നിറയെ സ്ഥലങ്ങളുണ്ടാവും. ഇത് കണ്ടില്ലേ, ഇത് പറയുന്നത് ആ വൈഷ്ണോദേവിയുടെ അമ്പലത്തിന്റെ അതേ റെപ്ലിക്ക വെച്ചിരിക്കുകയാണ്. ഈ റെപ്ലിക്കയിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ വന്നു എന്ന് അറിയാൻ വേണ്ടി. പിന്നെ അതേപോലെ ചെറിയ ചെറിയ കടകൾ. ഇവിടെ ഒരു മതില് കെട്ടി വെച്ചിരിക്കുകയാണ്. ഈ മതില് പറയുന്നത് മറ്റേ നമ്മുടെ ഫ്രെയിമുണ്ട്. അതിൽ മൊത്തം ഈ നമ്മുടെ ഈ ഇവിടെ ഇതിൽ എഴുതിയിരിക്കുന്നത് ജയമാതാജി എന്നാണ്. അത് അവർ ഇവിടുന്ന് കടകളിൽ നിന്ന് വാങ്ങിക്കും. നിങ്ങൾ അപ്പളെ കണ്ടില്ലേ, അതേപോലത്തെ കടകളിൽ നിന്ന് വാങ്ങിച്ചിട്ട് നേരെ അവർ മേലെ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിവിടെ കൊണ്ടുവന്ന് കെട്ടുകയാണ് ചെയ്യുക. ഫുള്ള് ഈ പോണ വഴി മൊത്തം ഡെക്കറേറ്റ് ചെയ്ത പോലെ ഉണ്ട് കേട്ടോ ഫുള്ള്.
അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ഒരു ആധാർ കാർഡ് കൊടുത്തിട്ട് ഒരു കാർഡ് വാങ്ങിച്ചത്. ആ കാർഡ് ഇവിടെ കൊടുത്തിട്ടാണ് നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. അതില്ലാണ്ട് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. അതുപോലെ ഒന്നിനെ റെയിൽവേ സ്റ്റേഷൻ, ഒന്നിനെ ബസ് സ്റ്റാൻഡ്, ഇന്ന സ്ഥലത്തേക്ക് ഈ കാർഡ് കൊടുക്കും. അപ്പോൾ അവിടെ പോയിട്ട് കാർഡ് വാങ്ങും. ഇപ്പൊ നമ്മൾ ആ കാർഡ് കൊടുക്കാൻ പോകും. കാർഡ് തൂക്കിയിരിക്കുന്നുണ്ട്. ഈ കാർഡ് തൂക്കിയിരിക്കുന്നുണ്ട്. ഇത് കാണിച്ചിട്ട് വേണം നമുക്ക് അമ്പലത്തിനുള്ളിൽ പോകാൻ പറ്റും. നമുക്ക് അമ്പലത്തിനുള്ളിൽ കയറാനേ പറ്റില്ല. ഇപ്പൊ പുതിയതായി കൊണ്ടുവന്ന ഐഡിയ നല്ല പണ്ടൊന്നും ഇതില്ല, പക്ഷെ ഇപ്പൊ പുതിയതായി കൊണ്ടുവന്നാണ്. നമ്മൾ ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കിട്ടും. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വൈഷ്ണോദേവിയിലേക്ക് നടക്കാൻ തുടങ്ങി. ചെക്കിംഗ് പറയുന്നത് നിങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ബാഗിൽ എന്തെങ്കിലും കത്തിയോ അങ്ങനത്തെ എന്ത് സാധനം ഉണ്ടെങ്കിലും ഉള്ളിൽ കയറ്റില്ല. പിന്നെ ഇനി നടക്കാനുള്ള ഇവിടുന്ന് 14 കിലോമീറ്റർ മേലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ പകുതി മുക്കാൽ പേരും വടിയും അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ നടക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ കുതിര വാങ്ങിച്ചപ്പോൾ എൻ്റെ സൈഡ് കാണില്ല. ഇവിടെ കുതിരയെ ബുക്ക് ചെയ്യുക. പിന്നെ വണ്ടികളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കുറേ ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. വണ്ടികൾ കിട്ടും. ഈ വണ്ടിയിൽ നിങ്ങളെ കൊട്ടുകളൊക്കെ വെച്ചിട്ട് പോവാം. ഇവരിയ്ക്കുന്നത് ഈ ആൾക്കാരൊക്കെ ഇരിക്കുന്ന അതിനാണ് കുതിര. ഈ കുതിരയൊക്കെ നിങ്ങളെ മേലേക്ക് എത്തിക്കാനുള്ള കുതിരകളാണ്. ഇവിടെ വാങ്ങിച്ച് നിങ്ങൾക്ക് വന്നിട്ട് കുതിരകളെ കാശ് കൊടുത്തിട്ട് മേലെ എത്തിക്കാനുള്ള വഴിയുണ്ട്. പിന്നെ കുട്ടികളെയും കണ്ടില്ലേ. ഇത് ഇത്രയും പേരെ കാണുന്ന പറയുന്നത് ആ കുതിരയിൽ പോകാനുള്ളതാണ്. ടിക്കറ്റ് എടുത്ത് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ, കുതിരയിൽ ഇതെടുത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുതിര മെല്ലെ ലൈനായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. ഇനി ഒരു 10 to 14 കിലോമീറ്റർ ഈ മല ഇങ്ങനെ ചുറ്റി കയറിക്കൊണ്ടേയിരിക്കണം. എന്നാലും നമ്മൾ വൈഷ്ണോദേവിയുടെ അവിടെ എത്തുള്ളൂ. ഇപ്പം എൻ്റെ ബാഗിൽ കുറേ കുതിരകളെ കാണാം. പിന്നെ ഈ കയറി ഇറങ്ങുന്നവരും ഇതേ റൂട്ടിൽ തന്നെയാണ് ഇറങ്ങുന്നത്. പിന്നെ കുറേ പേര് അങ്ങോട്ട് പോകുന്നുണ്ട്. നടക്കാൻ പറ്റുന്നവർ നടക്കും. അല്ലേ വണ്ടിയുണ്ട് നിങ്ങൾക്ക്. പിന്നെ കുതിരയുണ്ട്. ഇപ്പം എൻ്റെ ബാഗിലൊക്കെ കുതിര വരുന്നുണ്ടല്ലേ. പിന്നെ ഇവിടെ വരുന്നവർ മാക്സിമം ഈ വടി വാങ്ങും കേട്ടോ. ഈ വടി ഉണ്ടെങ്കിൽ എളുപ്പമാണ് നടക്കാൻ. ആൾ കൊണ്ടുപോകണമുണ്ടല്ലേ. ഈ ആൾ കൊണ്ടുപോകുന്ന വേറൊരു ആൾക്കാരുടെ ബാഗാണ്. ഈ കുട്ടികളെ മാത്രമല്ല, ഈ ബാഗ് വിട്ടിട്ട് ആൾ പോകണ കാണാം. അതുപോലെ ആൾക്കാർ തൂക്കി കൊണ്ടുപോകുന്നതും ഉണ്ട് കേട്ടോ. 4 പേരും കൂടി ചേർന്നിട്ട് ഒരാളെ തൂക്കിയിട്ട് മേലെത്തിക്കാൻ അമ്പലത്തിൻ്റെ. വൈഷ്ണോദേവി അമ്പലം പറയുന്നത് കട്ര റിയാസി ഡിസ്ട്രിക്ട് ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഈ അമ്പലം വൈഷ്ണോദേവി അമ്പലം ഉള്ളത്. കട്രയിൽ നിന്ന് വൈഷ്ണോദേവി അമ്പലത്തേക്ക് എത്താൻ 12 to 14 കിലോമീറ്ററാണ് ഉള്ളത്. അതിപ്പോൾ നമുക്ക് നടന്ന് വാങ്ങിച്ച് പോവാം. ഹെലികോപ്റ്റർ ഉണ്ട്, പിന്നെ വണ്ടി സർവീസ് ഉണ്ട്, പിന്നെ കുതിരയുണ്ട്, പിന്നെ ആൾക്കാർ തോളിലേറ്റി പോണതുണ്ട്. അങ്ങനത്തെ കുറേ സംവിധാനമുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഫെസിലിറ്റി ഇഷ്ടപ്പെട്ടത് അതിൽ നിങ്ങൾക്ക് പോവാം. ഞാൻ വന്നത് അവിടെ നിന്നാണ് കേട്ടോ. അത് അവിടെയാണ് റെയിൽവേ സ്റ്റേഷനുള്ള. അവിടെ നിന്നാണ് കയറി വന്നത്. ആ താഴെ കാണില്ലേ, ഈ താഴെ കാണുന്നതിന് കയറി മേലെ ഇതുവരെ എത്തി. ഇനി നമുക്ക് കുറേ നടക്കാനുണ്ട്. മേലിൽ കല്ല് കൊണ്ടുപോകണ്ട, ഭയങ്കര കഷ്ടം. 4 പേര് പിടിച്ച് ചവിട്ടിയിട്ടൊക്കെയാണ് ഓരോ കല്ലൊക്കെ അവിടെ എത്തിക്കുന്നത്. ഭയങ്കര റിസ്ക്കായ ജോലിയാണ്. അതുപോലത്തെ വലിയ കയറ്റമൊന്നും ഉണ്ടാവുക. പിന്നെ ഈ 4 സൈഡും നിങ്ങൾക്ക് നടക്കുന്ന 4 സൈഡും കടകളുണ്ടാവും. അതോർത്ത് പേടിക്കണ്ട. ഏതായാലും വടി കണ്ടില്ലേ, ഈ കയറുന്നവരും ഇറങ്ങുന്നവരുടെയൊക്കെ വടി ഉണ്ടാവും. ഇവിടുന്ന് വടി 12 രൂപയേ ഉള്ളൂ. അത് വാങ്ങിച്ച് കയറിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സപ്പോർട്ട് കിട്ടും. അപ്പോൾ ആ കുട്ടി വടി വെച്ച് നടക്കുന്നുണ്ടല്ലേ. ഈ വൈഷ്ണോദേവിയുടെ അവിടെ ഒരു വർഷം 1 കോടി തൊട്ട് 2 കോടി ജനങ്ങളാണ് വരുന്നതെന്ന് പറയുന്നത്. ഒരു വർഷം റൈറ്റ് പിടിക്കാൻ പറഞ്ഞിട്ട് വെറുതെ സ്റ്റെപ്പ് കയറിയതാണ് കേട്ടോ. ചുറ്റിയിട്ട് തന്നെ കയറിയ പോലെ. സ്റ്റെപ്പ് ഭയങ്കര ഹൈറ്റ്. ഇവിടുന്ന് ആറ്റം പേരുണ്ട് സ്റ്റെപ്പ്. ഇതാണ് മലകൾ കണ്ട. അപ്പോൾ എത്ര ഹൈറ്റിലെത്തി. നമ്മളിപ്പോൾ സ്റ്റേഷനിൽ നിന്ന് കണ്ട മലകളാണ്. ആര് വന്നാലും സ്റ്റെപ്പിൽ കയറരുത്. സ്റ്റെപ്പ് കുറച്ചും കൂടെ ഡാർക്കാണ്. ഇവിടെ അവിടെ വന്നാൽ നിങ്ങൾ അറിഞ്ഞിട്ടോ സ്റ്റെപ്പിൽ കൂടെ കയറണ്ട കേട്ടോ. സ്റ്റെപ്പിൽ കൂടെ കയറിയാൽ നിങ്ങളുടെ കാര്യം തീരുമാനമാവും. ഉണ്ടാണ്ട് ആ ചുറ്റിന് ആ വഴി കൂടെ കയറിയാൽ മതിയായിരുന്നു. സ്റ്റെപ്പിന് ഭയങ്കര കഷ്ടമുണ്ടോ. നിങ്ങളിപ്പോൾ ഈ വരുന്ന ആൾക്കാരുടെയൊക്കെ തലയിൽ കെട്ടിയിരിക്കുന്നുണ്ടോ.
ഇതാണ് ഒരു ജയമാതാജി എന്നാണ് ആ ചുവപ്പ് കളർ സാധനത്തിൽ എഴുതിയിരിക്കുന്നത്. എല്ലാവരും പകുതി മുക്കാൽ പേരുടെ തലയിൽ കെട്ടിയിട്ടുണ്ടാവും. കണ്ടോ ആ ചുവപ്പ് കളറിൽ പോകണം ആ സാധനം. കൃഷ്ണദേവിയുടെ അവിടെ ചില സൈഡൊക്കെ ഈ കുതിരയ്ക്ക് മാത്രം പോകാനുള്ള വഴിയുണ്ട്. ഇപ്പം നിങ്ങൾ അതിൻ്റെ ഈ സൈഡ് കാണുന്നത്, ഈ സൈഡൊക്കെ കുതിരയ്ക്ക് മാത്രം പോകാനുള്ള വഴിയുണ്ടോ. ചില സൈഡ് അതൊന്നും ഉണ്ടാവില്ല. ചില സൈഡ് ആൾക്കാരും കുതിരയും എല്ലാം കൂടെ തല്ലായിരിക്കും. ഇപ്പൊ ഒരു കുതിര വരുന്നുണ്ടോ നോക്കിയോ, അതുണ്ടല്ലോ കുതിര. അപ്പൊ അതിന് മാത്രം പോകാനുള്ള വഴിയുണ്ടാവും. കണ്ടോ കുതിര ഒരു സൈഡിൽ കൂടെ പോകുന്ന ആൾക്കാർ നടന്ന് വേറൊരു സൈഡിൽ കൂടെ പോകുന്നത്. പിന്നെ ചിലവിടെ എത്തുമ്പോൾ ഈ ജംഗ്ഷൻ എത്തുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ വൈഷ്ണോദേവിയുടെ അവിടെ വന്നു കഴിഞ്ഞാൽ നിർത്താണ്ട് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ എന്തായാലും നടക്കേണ്ടി വരും. എന്താ പറഞ്ഞ ഒരു 4 മണിക്കൂർ ഒരു അത്യാവശ്യം നല്ല ഫിസിക്കുള്ള ആൾക്ക് സുഖമായി നടന്നു കയറാനുള്ളൂ. എല്ലാവരും കുറച്ച് റെസ്റ്റ് എടുത്ത് പോവാന്ന് പറഞ്ഞാൽ സമയം 4, 5, 6 മണിക്കൂർ വരെ ആവാം. നമ്മൾ എത്താറായി. ഈ സ്റ്റെപ്പിൽ കൂടെ കയറിയാൽ നമ്മൾ പെട്ടെന്ന് എത്തും. പക്ഷേ എന്നാലും നമ്മൾ ചുറ്റിയിട്ടേ പോകുള്ളൂ കേട്ടോ. സ്റ്റെപ്പിൽ കൂടെ കയറാൻ പറ്റില്ല. ഞാൻ ഒരുപാട് കയറി പണി കിട്ടിയതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡില്. ഈ സ്റ്റെപ്പ് കയറി പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ചുറ്റാലും കൂടി കുഴപ്പമില്ല. കുറെ സ്ഥലത്ത് നമുക്ക് ടോയ്ലറ്റും എല്ലാത്തിനും ഫെസിലിറ്റീസ് ഉണ്ട്. ടോയ്ലറ്റ് ഒക്കെ നല്ല വൃത്തിയുണ്ടാവും. അതൊക്കെ ഗവൺമെന്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. വഴിയെ തിന്നു. ആ വഴി പറയുന്നത് മൊത്തം കുതിര മാത്രമേ പോകുള്ളൂ. ഇനി ഈ വഴി പറയാൻ നമുക്ക് സാധാരണ ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വഴി. സർവീസ് ഉണ്ട് പറഞ്ഞില്ലേ, ഇത് പോലീസ് വണ്ടിയാണ്. അത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നിൽക്കുന്നത് ഈ മേലെ കയറാനുള്ള വണ്ടിയാണ്. അതാ ഇത് അരയാ ഇത് അങ്ങനെ ഫുള്ള് ഈ സൈഡ് മൊത്തം നിൽക്കുന്നത് ഈ വണ്ടി സർവീസിനാണ്. അവിടെ കണ്ടാവും ഈ മലകളിൽ നേരെ കല്ലൊന്നും വീഴണ്ട പറഞ്ഞിട്ട് പ്രൊട്ടക്ഷൻ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് അത്രയും ദൂരം അത് കണ്ടോ, അവിടുന്ന് എത്തണം കേട്ടോ. ഫുള്ള് അവിടെ കാണില്ല, അതാ അവിടെ കാണില്ല, അവിടെ എത്തണം. ഇനി ഒരു 4-4.5 കിലോമീറ്റർ ഫുൾ. അവിടുന്ന് ഹെലികോപ്റ്റർ പോകണുണ്ടോ, അമ്പലത്തിൻ്റെ അവിടുന്ന് അവർ ഡ്രോപ്പ് ചെയ്ത് പോകണം ഹെലികോപ്റ്റർ. നമുക്കിപ്പോൾ കാഴ്ചകൾ കണ്ടറിയാം എത്ര ഹൈറ്റിലാണ് വന്നിരിക്കണമെന്ന്. ഇപ്പം അവിടെയൊക്കെ വീടുകളും സാധനങ്ങളൊക്കെ ഒരു ഇതാ കണ്ടോ, അവിടെ കണ്ടോ ഇത്ര ചെറിയ സാധനമായിട്ടാണ് കാണുന്നത്. അത് കണ്ടില്ല, നമ്മൾ മലയുടെ ഏറ്റവും അറ്റത്ത് എത്താറായി. എന്നിട്ടും നമ്മളിപ്പോൾ വൈഷ്ണോദേവിയുടെ അവിടെ എത്തിയിട്ടില്ല. ഇനിയും കുറച്ച് നടക്കാനുണ്ട്. ഇനി 1 കിലോമീറ്റർ 2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. കണ്ടോ ഇത് മലയാട് കണ്ടോ, ഈ മലയാട് ഇവിടെയൊക്കെ തിന്നാൻ വന്നിരിക്കണം. അവിടെ കുറേ ഉണ്ട്. ഈ സൈഡിൽ അങ്ങനെ കുറേ മലയാടുണ്ട്. അത് ഈ അറ്റത്ത് അവിടെ കുറേ എണ്ണം നിൽക്കുന്നുണ്ട്. ഭയങ്കര നേരമായി കണ്ട. അങ്ങനെ ഒടുവിൽ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്താറായിട്ടോ. അതാണ് വൈഷ്ണോദേവിയുടെ അമ്പലം. കുറേ നേരം നടന്ന ശേഷം ഇപ്പോഴാണ് ഏകദേശം നമ്മൾ ഇനി ഒരു 300-500 മീറ്റർ ഉണ്ടാവും. ശരിക്കും താഴെ കട്ടറേന്ന് ഞാൻ ഇവിടെ നടന്നെത്താൻ ശരിക്കും ഒരു 5-5.5 മണിക്കൂർ എടുത്തു കേട്ടോ മേലെ നടന്നെടുക്കാൻ. എന്തായാലും നമ്മളൊരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് കൂടെ നടക്കണം. അപ്പോൾ നമുക്ക് സമയമെടുക്കും മേലെ കയറാൻ. മെല്ലെ പറ്റില്ല നമ്മൾ. ഈ റോപ്പേ പറയുന്നത് മേലെ ഒരു ഭൈരവ് ബാബ പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട്. ആ ഭൈരവ് ബാബയുടെ അവിടെ നിന്ന് വരുന്ന അമ്പലമാണ്. ഇപ്പോൾ കറൻ്റ്ലി നമ്മളെ വൈഷ്ണോദേവിയിൽ ആകെ ഒരു റോപ്പേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് ഇവിടുന്ന് മേലെ ഒരു ഭൈരവ് ബാബ പറഞ്ഞൊരു അമ്പലമുണ്ട്. അവിടേക്ക് പോകാനാണ് ഈ റോപ്പേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കയറണുണ്ടല്ലേ, ഇനി ഈ കയറിയിട്ട് ഈ റോപ്പ് വേ തന്നെ അതിൽ കൂടെ ഇറങ്ങുന്നുണ്ട്, ഇതിൽ കൂടെ കയറുന്നുണ്ട്. ഈ റോപ്പ് വേ തന്നെയാണ് ഇനി മേലേക്ക് പോകുന്നത്. ഇതേപോലത്തെ റോപ്പ് വേ ഇനി കട്ടറ താഴെ നിന്നും വൈഷ്ണോദേവത ഈ അമ്പലത്തിൻ്റെ അതുവരേക്ക് വരും.
ഉണ്ട് വന്ന അതേ റോപ്പ് വേയിൽ തന്നെ ഇവർ തിരിച്ചു പോകുന്നു. ഇപ്പോൾ അങ്ങോട്ട് ആൾക്കാരെ ഇറക്കി എന്നിട്ട് ഇതേ റോപ്പ് വേയിലാണ് തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ഇതേ അവിടെ ക്യൂ നിൽക്കുന്ന ആൾക്കാരെ കിട്ടും. പക്ഷേ ഇവിടെ റോപ്പ് വേയിൽ കയറാൻ ഭയങ്കര തിരക്കാണ്. ഭയങ്കര ഹൈടെക് റോപ്പ് വേ. അവിടെയാണ് വൈഷ്ണവിയുടെ അമ്പലം. നമുക്കിപ്പോൾ പോവാട്ടോ വൈഷ്ണവിയുടെ അമ്പലത്തേക്ക്. ഇതാണ് പോകേണ്ടത്. ചുറ്റി ചുറ്റി കുറേ വഴികളുണ്ട്. ഫസ്റ്റ് നിങ്ങൾക്ക് ബാഗും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാം. ഇതിൻ്റെ അടുത്തുള്ള വെയിറ്റിംഗ് ഹോൾ നിങ്ങൾക്ക് വാങ്ങിച്ച് ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യാം, പിന്നെ ഫ്രഷ് ആവാവുന്നതുണ്ടോ. വെയിറ്റിംഗ് ഹോളുണ്ട്. ഇവിടെ വന്ന് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് നേരെ പോയി കഴിഞ്ഞാൽ അമ്പലം എത്തും. നമ്മൾ ശരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പറയുന്ന അമ്പലത്തിൽ പോകണ ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും. 3ാമത്തെ നമ്പർ ഗേറ്റാണ് നമ്മൾ ഈ ഫ്രീ ദർശനം പോകണവർ പോകേണ്ടത്. ഇപ്പോൾ ഇതായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 3ാമത്തെ നമ്പറിലേക്ക് പോകണതാണ്. കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് അമ്പലത്തിനുള്ളിൽ പോകാൻ പറ്റുള്ളൂ. ഇതാണ് സാധാരണ ദർശനം പോകേണ്ടവർ. അതേ പോകുമ്പോൾ നമുക്ക് ഫോണോ അങ്ങനത്തെ സാധനങ്ങളൊന്നും അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് പോകാൻ അമ്പലത്തിൻ്റെ പുറം മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഉള്ളിലൊന്നും കാണാൻ പറ്റില്ല. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോണല്ല ഒരു സാധനവും കൊണ്ടുപോകാൻ പറ്റില്ല. ബാഗ് തൊട്ട് ഒരു സാധനവും കൊണ്ടുപോകാൻ പറ്റില്ല. സ്മാർട്ട് ലോക്കർ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സ്മാർട്ട് ലോക്കർ. നമുക്ക് സ്മാർട്ട് ലോക്കർ കാണാൻ പോയിട്ട് ഇതാണ് സ്മാർട്ട് ലോക്കർ. ഇതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് വെച്ച് 24 hours പോവാം. അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ മറ്റേ റൂട്ട് ഞാൻ കാണിച്ചില്ലേ, അതാണ് റൂട്ട്. ആദ്യം നമുക്ക് ഫോണും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് നമുക്ക് പുറത്ത് കൂടെ ലോക്കറും കുളിക്കാനുള്ള ഏരിയയും അമ്പലത്തിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കാണാൻ പറ്റും. ഗേറ്റ് നമ്പർ 3 കയറുന്നവർ ഇതിൽ കൂടെ നടന്നു വരികയാണ്. ഇത് കാണിക്കില്ല, ഇതിൽ കൂടെയാണ് ഈ ഗേറ്റ് നമ്പർ 3 പോണവർ നടന്നു വരിക. അമ്പലത്തിൻ്റെ അടുത്തെത്തി നമ്മൾ. അങ്ങനെ നമ്മളെ വൈഷ്ണവിയുടെ അമ്പലത്തിൻ്റെ അടുത്തെത്തിയിട്ട് ഇതാണ് ശ്രീരാമൻ്റെ അമ്പലം. ശ്രീരാമൻ്റെ അമ്പലത്തിന് തൊട്ടാണ് വൈഷ്ണവിയുടെ അമ്പലം. ഈ അമ്പലത്തിന് ഇനി നമുക്ക് ഉള്ളിൽ പോകാൻ പറ്റില്ല. ഇനി ഉള്ളിൽ പോവില്ല, നമുക്ക് എൻട്രിയും ഇല്ല. നല്ല ദർശനം കിട്ടി കേട്ടോ വൈഷ്ണവിയുടെ അവിടെ. ഞാൻ പോകുമ്പോൾ അത്ര നല്ല തിരക്കുണ്ടായിരുന്നില്ല. ശരിക്കും ഇവിടെ വൈഷ്ണോദേവിയിൽ 3 ദേവികളാണല്ലോ. ഒന്ന് കാളി, ലക്ഷ്മി, പിന്നെ വൈഷ്ണോദേവി. ഈ 3 ദേവികളാണ് ഈ വൈഷ്ണോദേവി അമ്പലത്തിൻ്റെ അവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വരാൻ ഒന്ന് ഫ്രീ ദർശനമുണ്ട്, ഒന്ന് പിന്നെ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാശ് കൊടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. നിങ്ങളുടെ കംഫർട്ടബിൾ ഏതാണോ അതിൽ വരാൻ നോക്കി. ഇപ്പോൾ തിരക്കില്ലാത്ത സമയത്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ തിരക്കുള്ള സമയത്തൊക്കെ വെച്ചാൽ നിങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് വരുന്നതാണ്. ഇത് ശരിക്കും ഇരിക്കുന്ന പറയുന്ന ഒരു ഗുഹയിലാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കൂടെയാണ് ദേവിയെ കാണാൻ പോകുക. ദേവി ശരിക്കും ഒരു ഗുഹയിലാണ്. പക്ഷേ കുറച്ച് മോഡേണായിട്ട് ടൈൽസും അതൊക്കെ ഇട്ട് റിനോവേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഗുഹേനെ ശരിക്കത്തെ ഒരു ഗുഹയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്.